ഭാഗ്യ ഇങ്ങ വന്നേ എന്താ ദേ ഇരുമ്പുളി പറിക്കുന്നു. റിസ്കി ഗെയിം. ഇരുമ്പുള്ളി നല്ലതല്ലേ, നല്ല ടേസ്റ്റ് ആണല്ലോ. എന്റെ പൊന്ന് ഭാഗ്യ, റിസ്കി എന്താന്നല്ലേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിലൊരു കൊച്ചു വന്നു. ഒരു 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ കൂടെ ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നു. ഞാനൊരു സ്കാൻ എടുത്തു. കിഡ്നി മുഴുവൻ, 2 കിഡ്നി മുഴുവൻ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ. പേടിച്ചോ? എന്താന്നല്ലേ, ഞാൻ ചോദിച്ചു വന്നപ്പോഴാണ് ആ കൊച്ചു എല്ലാ ദിവസവും ട്യൂഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. ട്യൂഷൻ പഠിക്കാൻ പോകുന്ന വീട്ടില് ഇരുമ്പുള്ളി മരമുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തോണ്ട് പോകും. അവിടെ നിന്ന് 1-2 ഇരുമ്പുള്ളി എടുത്ത് അവനെ പിടിച്ചോണ്ട് ഇരുമ്പുള്ളി തിരിച്ച് മേടിച്ചേക്കണേ, ഇവന്റെ കയ്യിലുണ്ട്. ഇരുമ്പുള്ളി ഉപ്പിൽ മുക്കി കഴിക്കുകയാണ്. ഇരുമ്പുള്ളിക്കകത്ത് ഓക്സിലേറ്റ് ഉണ്ട്. അയ്യോ. ഓക്സിലേറ്റ് എന്ത് ചെയ്യും, എല്ലാം കൂടെ എടുത്ത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് മൂത്രത്തിൽ കൂടെ ഓക്സിലേറ്റ് പോകുമ്പോൾ കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം ഓക്സിലേറ്റ് സ്റ്റോണുകൾ ഉണ്ടാകും. സ്റ്റോൺ ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോസാണ്. പിന്നെ വേറൊരു കാര്യം അറിയോ, നമ്മൾ ഈ 2020-21 ലോക്ക്ഡൗൺ വന്ന സമയം, ആ സമയത്ത് പലരും ഈ ബിവറേജസ് ഒക്കെ അടച്ചു. ഈ പല മദ്യപാനികളൊക്കെ ഒരു പണി അങ്ങ് ഒപ്പിച്ചു. ഈ ഇരുമ്പുള്ളി പറിച്ചിട്ട് ഈ വാറ്റി, ചിലര് വൈനാക്കി, ചിലര് വാറ്റി കുടിച്ചു. ഒരു ഗ്ലാസ് കുടിച്ചവര് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുവാണ്. മൂത്രം പോകുന്നില്ല. നോക്കുമ്പോൾ ക്രിയാറ്റിൻ 8-9. അതെന്താണെന്ന് അറിയാം, പെട്ടെന്ന് ഓക്സിലേറ്റ് ലോഡ് ബോഡി കൂടും അതിൽ നിന്ന്. എന്നിട്ട് അതെല്ലാം കൂടെ കിഡ്നിയിൽ വന്ന് അടിഞ്ഞ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ കിഡ്നി ഫെയിലിയറിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോസ് ആയിട്ട് മാറിയിരിക്കുക ഇരുമ്പുള്ളി. ഈ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ ആളുകൾ പറഞ്ഞു പരത്തിയിരിക്കുകയാണ്, ഇരുമ്പുള്ളി കഴിച്ചാൽ എന്ത് കുറയും, കൊളസ്ട്രോൾ മാറും, ഷുഗർ മാറും. പക്ഷെ എന്ത് കിട്ടും? കിഡ്നി ഫെയിലിയറും കിട്ടും, കല്ലും കിട്ടും. ഈ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രിഡ്ജ് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്ക്വാഷ് അമ്മ ഉണ്ടാക്കി വെച്ചേക്കും. എന്താന്ന് ചോദിച്ചപ്പോൾ ഇരുമ്പുള്ളി സ്ക്വാഷ്. ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കി എടുത്തങ്ങ് കളഞ്ഞു. എനിക്ക് പേടിയാ, എല്ലാ മാസവും 2, 3, 4 കേസുകൾ വരുന്നുണ്ടെന്നത്. ശരി, അവനെ പിടിച്ചോ.